ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഉത്രാട തലേന്ന് വൈകുന്നേരം തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. നാളത്തേക്കുള്ള പച്ചക്കറികളൊക്കെ നന്നാക്കി തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഓരോ വിഭവത്തിൻ്റെയും മാറ്റി കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കലാണ് ഇന്നത്തെ പ്രധാന ജോലി. ഇത് കഴിഞ്ഞിട്ട് വേണം പൂക്കളൊക്കെ ഇടാൻ. എൻ്റെ മോൻ ഇവിടെ പൂക്കളൊക്കെ അരിഞ്ഞ് സഹായിച്ച് തരുന്നത്. അപ്പോഴേക്കും എൻ്റെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് തീർക്കണം. ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് പോലെയൊക്കെ എടുക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഇവിടേക്ക് ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പൂക്കളിടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പൂക്കളിടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോവാണ്. ഇനി നമുക്ക് നാളെ കാണാം. അതിനു മുമ്പുള്ള ഫോട്ടോഷൂട്ടാണിത്. ഒന്നും കൂടി വെച്ചേ കൈ ഇങ്ങോട്ട് നോക്കി. അങ്ങനെ നേരൊക്കെ വെളുത്ത് കറികളൊക്കെ ഓരോന്നോരോന്നായി വെക്കാൻ തുടങ്ങുകയാണ്. സാമ്പാർ, അവിയൽ, പയറും കായുപ്പേരി, ഓലൻ, മത്തങ്ങ അൽശ്ശേരി, കാളൻ, ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. കാളനും പുളിഞ്ചി ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടിയാണ് ഇന്ന് തയ്യാറാക്കേണ്ടത്. ആദ്യം നമ്മൾ കായും പയറും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സാമ്പാറിനുള്ളത് അടുപ്പത്തേക്ക് വെക്കാം. അതും കൂടി വേവിച്ച് വെച്ചതിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ പുട്ടിനുള്ള മാവ് നനച്ച് വെച്ചത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നാളെ ഇറക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുട്ടും കുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വേഗം പുട്ടുണ്ടാക്കി എടുക്കട്ടെ. എന്നിട്ട് വേണം ചായ കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാൻ. അതിൻ്റെ ഒപ്പം തന്നെ ചായ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചായ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഒരു കറിയും കൂടി തയ്യാറാക്കിയെടുക്കാം. അവിയലിനുള്ള അവിയൽ മൺചട്ടിയിലാണ് വെക്കുന്നത്. ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് മൺചട്ടിയിലാണ് ഞാൻ വെക്കാറ്. അതിലേക്ക് കഷ്ണങ്ങളൊക്കെ വാരിയിട്ടതിന് ശേഷം നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് വെക്കാം. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ഇവിടെ മോനും മോൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് അവിടെ ഇരിക്കണമെന്ന്. അപ്പോൾ അവർക്കൊരു ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോന്നു. അതിനുശേഷം ഈ അവിയലും കൂടി അടുപ്പത്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാ കറികളും ആയിട്ടുണ്ട്. ഇനി പായസം മാത്രമാണ് ഇനി വെക്കാനുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഓണസദ്യ എടുക്കും. അങ്ങനെ പായസം റെഡിയായി. ഇനി പപ്പടം വറുത്ത് വയ്ക്കാം. അതിനുശേഷം കുളിച്ച് ഇലയൊക്കെ വെട്ടി സദ്യ വയ്ക്കാം. ഇനി നമ്മുടെ സദ്യ വിഭവങ്ങൾ കാണണ്ടേ.
സാമ്പാർ, ചോറ്, അവിയൽ, കാളൻ, പുളിഞ്ചി, ഓലൻ, മത്തങ്ങ എലിശ്ശേരി, കായും പയറും ഉപ്പേരി, പപ്പടം, സാമ്പാർ. പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കുളി കഴിഞ്ഞ് ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ ഉണ്ണാം. കുളിയൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് ആയിരുന്നതാണ്. അപ്പോൾ പൂക്കളത്തിൻ്റെ അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ വെട്ടി സദ്യ ഉണ്ണായിരുന്നു. ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫോട്ടോഷൂട്ടിനായിട്ട് ഇരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കൊച്ചു ഓണം. എല്ലാവരും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.